ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ക്രോഷ്യ ആൻഡ് മീ. ഇന്ന് നമുക്ക് ഈ ഒരു ക്യൂട്ട് ബണ്ണി ഡോളിനെ ക്രോഷ്യ ചെയ്യാം. ഒരുപാട് പേര് ചോദിച്ചിരുന്നു അമിഗുർമി ട്യൂട്ടോറിയൽസ് ചെയ്യുമോയെന്ന്. അപ്പോൾ അങ്ങനത്തെ ഒരു അമിഗുർമി ട്യൂട്ടോറിയലാണിത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഞാനിതിനു വേണ്ടി ഹോബി സ്റ്റോർ എന്ന ബ്രാൻഡിൻ്റെ അരാൻ അക്രിക്കോട്ടിയാണ്, അതുപോലെ 3.5 mm ഒരു ക്രോഷ്യ ഹുക്കുമാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്കിത് കൂടാതെ ഏതൊരു യാണും ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാവേ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഏതൊരു യാണും യൂസ് ചെയ്യാമെന്നും. അപ്പോൾ നിങ്ങൾക്കൊരു ടിപ്പായിട്ട് നിങ്ങൾ മനസ്സിൽ വെക്കുക, നിങ്ങൾ അമിഗുർമി ചെയ്യുന്ന ടൈമിൽ നമ്മൾ ചൂസ് ചെയ്യുന്ന യാണിൻ്റെ റെക്കമെൻഡഡ് സൈസിൽ നിന്നും ഒരു സൈസ് ചെറുത് ചൂസ് ചെയ്യാം. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇത് ഹോബി സ്റ്റോറിൻ്റെ അരാൻ അക്രിക്കോട്ടിയാണാണ്. ഇതിൻ്റെ റെക്കമെൻഡഡ് ഹുക്ക് സൈസ് എന്ന് പറയുന്നത് 4 to 5 mm ആണ്. അപ്പോൾ ഏറ്റവും ചെറിയ സൈസ് എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ നമ്മൾ അമിഗുർമി ആയതുകൊണ്ട് തന്നെ 4ൽ നിന്ന് ഒരു സൈസ് ചെറുത്, അതായത് 3.5 mm നമുക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന യാണിനനുസരിച്ചിട്ടുള്ള ഹുക്ക് സൈസ് ചൂസ് ചെയ്യാം. ഓക്കെ അല്ലേ? അല്ലാതെ ഇത് തന്നെ യൂസ് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. നിങ്ങൾക്ക് ഇതിലും തിക്കറായിട്ടുള്ള യാൺസ് അവൈലബിൾ ആണെങ്കിൽ ഇതിലും വലിയൊരു ബണ്ണി ഡോളിനെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. പാറ്റേണിനകത്തൊന്നും ഡിഫറൻസ് വരുന്നില്ല, സെയിം പാറ്റേൺ തന്നെ ഫോളോ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവേ. ആദ്യം തന്നെ ഒരു മാജിക് റിങ് ചെയ്യുക, എന്നിട്ട് അതിലേക്ക് 6 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചസ് ചെയ്തെടുക്കാം. ഇതൊരു അമിഗുർമി പ്രൊജക്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ സിംഗിൾ ക്രോഷ്യസ് മാത്രമാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. അതായത് സിംഗിൾ ക്രോഷ്യ യൂസ് ചെയ്യും, സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ്, സിംഗിൾ ക്രോഷ്യ ഡിക്രീസ്. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചെക്ക് ചെയ്യാം കേട്ടോ, ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. ഓക്കെ, ഞാൻ 6 സ്റ്റിച്ചസും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മാജിക് റിങ് ക്ലോസ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ റൗണ്ട് വരുന്നത്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് നെക്സ്റ്റ് റൗണ്ടിലേക്ക് പോവാം. നെക്സ്റ്റ് റൗണ്ടിലെ പാറ്റേൺ വരുന്നത് 6 സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ് ആണ്. ഓരോ സ്റ്റിച്ചിലും ഓരോ ഇൻക്രീസ് വീതം നമ്മൾ ചെയ്തെടുക്കണം. അപ്പം നമുക്ക് ഫസ്റ്റ് സ്റ്റിച്ചിൽ ഒരു ഇൻക്രീസ് ചെയ്യാവേ. ഈ ഇൻക്രീസ് എന്ന് പറയുന്നത് സെയിം സ്റ്റിച്ചിൽ തന്നെ 2 സിംഗിൾ ക്രോഷ്യസ് ചെയ്തെടുക്കാം. ഓക്കെ അല്ലേ? അപ്പം നമുക്ക് ഫസ്റ്റ് സ്റ്റിച്ചിൽ തന്നെ ഇൻക്രീസ് ചെയ്യാം. ഓക്കെ, ഞാനിവിടെ ഫസ്റ്റ് ഇൻക്രീസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ആദ്യത്തെ സ്റ്റിച്ചിൽ നമുക്കൊരു സ്റ്റിച്ച് മാർക്കർ ആഡ് ചെയ്യാം. മസ്റ്റായിട്ട് നിങ്ങൾ സ്റ്റിച്ച് മാർക്കർ ആഡ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ബാക്കി 5 സ്റ്റിച്ചസ് ആണുള്ളത്. അതിലും നമുക്ക് ഇതേപോലെ ഇൻക്രീസ് ചെയ്തെടുക്കാവേ. ഓക്കെ, അപ്പം നമ്മുടെ ഈ ഒരു റൗണ്ട് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റൗണ്ട് ഫിനിഷ് ആകുമ്പോൾ നമുക്ക് ടോട്ടൽ 12 സ്റ്റിച്ചസ് ആണ് വേണ്ടത്. എപ്പോഴും സ്റ്റിച്ച് കൗണ്ട് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്ത് പോവാം. ഓക്കെ അല്ലേ? ഇനി നമുക്ക് നെക്സ്റ്റ് റൗണ്ടിലേക്ക് പോവാം. നെക്സ്റ്റ് റൗണ്ടിലെ പാറ്റേൺ വരുന്നത് 1 സിംഗിൾ ക്രോഷ്യ 1 ഇൻക്രീസ് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ സ്റ്റിച്ചിൽ തന്നെ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് സ്റ്റിച്ച് മാർക്കർ ആഡ് ചെയ്യാവേ. ഇനി നെക്സ്റ്റ് സ്റ്റിച്ചിലേക്ക് നമുക്ക് ഒരു ഇൻക്രീസ് ആണ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു റൗണ്ടിലെ പാറ്റേൺ വരുന്നത്. അതായത് ആദ്യത്തെ സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യുക, നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഒരു ഇൻക്രീസ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മളങ്ങനെ ഒരു തവണ ചെയ്തിട്ടുണ്ട്. ഇതേപോലെ ഇനി നമ്മൾ 5 തവണ കൂടി റിപ്പീറ്റ് ചെയ്യണം. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ തേർഡ് റൗണ്ട് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. ഈ ഒരു റൗണ്ട് ഫിനിഷ് ആകുമ്പോൾ നമുക്ക് ടോട്ടൽ 18 സ്റ്റിച്ചസ് ആണ് വേണ്ടത്. ഇനി നമുക്ക് നെക്സ്റ്റ് റൗണ്ടിലേക്ക് പോവാം. നെക്സ്റ്റ് റൗണ്ടിലെ പാറ്റേൺ വരുന്നത് 1 സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ് 1 സിംഗിൾ ക്രോഷ്യ എന്നുള്ള രീതിയിലാണ്. അതായത് ആദ്യത്തെ സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യുക, തൊട്ടടുത്തുള്ള സ്റ്റിച്ചിൽ ഒരു ഇൻക്രീസ് ചെയ്യുക, വീണ്ടും ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യുക. ഇതേ ഒരു പാറ്റേൺ 6 തവണയാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്യേണ്ടത്.
ഇപ്പം നമ്മൾ ആദ്യത്തെ സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്തു, എന്നിട്ട് അവിടെ സ്റ്റിച്ച് മാർക്കർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ സ്റ്റിച്ചിൽ ഒരു ഇൻക്രീസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് തേർഡ് സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷ്യയും കൂടെ ചെയ്യാം. ഇപ്പം നമ്മൾ ഒരു തവണ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതേപോലെ 5 തവണ കൂടി വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ 4th റൗണ്ട് കൂടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു റൗണ്ട് ഫിനിഷ് ആകുമ്പോൾ നമുക്ക് ടോട്ടൽ 24 സ്റ്റിച്ചസ് ആണ് വേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് റൗണ്ടിലേക്ക് പോവാം. നെക്സ്റ്റ് റൗണ്ടിലെ പാറ്റേൺ വരുന്നത് 3 സിംഗിൾ ക്രോഷ്യ 1 ഇൻക്രീസ് ആണ്. അതായത് ആദ്യത്തെ 3 സ്റ്റിച്ചസിൽ ഓരോ സിംഗിൾ ക്രോഷ്യ വീതം ചെയ്തെടുക്കണം. അപ്പം നമുക്ക് ഫസ്റ്റ് സ്റ്റിച്ചിൽ സിംഗിൾ ക്രോഷ്യ ചെയ്ത് അതിൽ സ്റ്റിച്ച് മാർക്കർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി 2 സ്റ്റിച്ചിലും കൂടെ ഇതേപോലെ ഓരോ സിംഗിൾ ക്രോഷ്യ വീതം ചെയ്തെടുക്കാം. ഇനി അടുത്ത സ്റ്റിച്ചിൽ ഒരു ഇൻക്രീസ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു റൗണ്ടിലെ പാറ്റേൺ വരുന്നത്. ആദ്യത്തെ 3 സ്റ്റിച്ചിൽ ഓരോ സിംഗിൾ ക്രോഷ്യ വീതം ചെയ്യാം, നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഒരു ഇൻക്രീസ് ചെയ്യാം. അങ്ങനെ നമ്മൾ ടോട്ടൽ 6 തവണയാണ് ചെയ്യേണ്ടത്. ഇപ്പം നമ്മൾ ഒരു തവണ ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കി 5 തവണ കൂടി നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ 5ാമത്തെ റൗണ്ട് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. ഈ ഒരു റൗണ്ട് ഫിനിഷ് ആകുമ്പോൾ നമുക്ക് ടോട്ടൽ 30 സ്റ്റിച്ചസ് ആണ് വേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോവാം. അടുത്ത വരുന്ന 2 റൗണ്ട്, അതായത് റൗണ്ട് 6 ആൻഡ് 7 നമ്മൾ ഒരുപോലെയാണ് ചെയ്യുന്നത്. അതായത് ഓരോ സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷ്യ വീതം ചെയ്തെടുക്കണം. നമുക്ക് 30 സ്റ്റിച്ചസ് ആണുള്ളത്. ആ 30 സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷ്യ വീതം ചെയ്തെടുക്കണം. അപ്പം നമുക്കങ്ങനെ ചെയ്തെടുക്കാവേ. ഞാനിവിടെ 6ാമത്തെ റൗണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി 7ാമത്തെ റൗണ്ടും ഇതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യാം. നിങ്ങൾ ക്രോഷ്യ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് സ്റ്റിച്ച് മാർക്കർ ആഡ് ചെയ്ത് തന്നെ പോകണം. കാരണം നമ്മൾ ഈ ഒരു പ്രൊജക്റ്റിൽ സ്ലിപ്പ് സ്റ്റിച്ച് ഒന്നും യൂസ് ചെയ്യുന്നില്ല, കണ്ടിന്യൂസ് റൗണ്ടാണ് ചെയ്തു പോകുന്നത്. അതുകൊണ്ട് തന്നെ മിസ്റ്റേക്സ് വരാനുള്ള ചാൻസും കൂടുതലാണ്. അപ്പോൾ കറക്റ്റ് ചെയ്ത് സ്റ്റിച്ച് മാർക്കർ ആഡ് ചെയ്ത് പോവാം. ഓക്കെ, ഓക്കെ, അപ്പോൾ നമ്മൾ 2 റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ റൗണ്ടും എൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ 30 സ്റ്റിച്ചസ് ആണ് വേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോവാം. അടുത്ത റൗണ്ടിലെ പാറ്റേൺ വരുന്നത് 2 സിംഗിൾ ക്രോഷ്യ 1 ഇൻക്രീസ് ആൻഡ് 2 സിംഗിൾ ക്രോഷ്യ ആണ്. അതായത് ആദ്യത്തെ 2 സ്റ്റിച്ചസിൽ ഓരോ സിംഗിൾ ക്രോഷ്യ വീതം ചെയ്യാം, എന്നിട്ട് അടുത്ത സ്റ്റിച്ചിൽ ഒരു ഇൻക്രീസ് ചെയ്യാം. അതിനുശേഷം വീണ്ടും അടുത്ത 2 സ്റ്റിച്ചസിൽ ഓരോ സിംഗിൾ ക്രോഷ്യ വീതം ചെയ്തെടുക്കണം. ഇങ്ങനെ 6 തവണയാണ് നമ്മൾ ടോട്ടൽ ചെയ്തെടുക്കേണ്ടത്. അപ്പം നമുക്കത് കംപ്ലീറ്റ് ചെയ്യാവേ. ഓക്കെ, അപ്പോൾ നമ്മുടെ 8ാമത്തെ റൗണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് ടോട്ടൽ 36 സ്റ്റിച്ചസ് ആണ് വേണ്ടത്. ഇനി നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോവാം. അടുത്ത വരുന്ന 3 റൗണ്ട്, അതായത് റൗണ്ട് 9, 10 ആൻഡ് 11 നമ്മൾ സെയിം തന്നെയാണ് ചെയ്യുന്നത്. അതായത് ഓരോ സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷ്യ വീതം ചെയ്തെടുക്കണം. നമുക്ക് 36 സ്റ്റിച്ചസ് ആണുള്ളത്. ആ ഓരോ സ്റ്റിച്ചിലും നമ്മൾ ഓരോ സിംഗിൾ ക്രോഷ്യ വീതം ചെയ്തെടുക്കണം. ഓക്കെ അല്ലേ? 3 റൗണ്ടാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ കറക്റ്റ് ചെയ്തത് റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ,
ഓക്കെ, ഞാനിവിടെ 3 റൗണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ റൗണ്ട്സ് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് ടോട്ടൽ വേണ്ടത് 36 സ്റ്റിച്ചസ് ആണ്. അപ്പോൾ അത് കറക്റ്റായിട്ടുണ്ടോ എന്ന് കൗണ്ട് ചെയ്ത് നോക്കണം. ഓക്കെ അല്ലേ? ഇനി നമുക്ക് നെക്സ്റ്റ് റൗണ്ടിലേക്ക് പോകാം. നെക്സ്റ്റ് 12ാമത്തെ റൗണ്ടാണ്. ഈ ഒരു റൗണ്ടിലെ പാറ്റേൺ വരുന്നത് 5 സിംഗിൾ ക്രോഷ്യ 1 ഇൻക്രീസ് ആണ്. അതായത് ആദ്യത്തെ 5 സ്റ്റിച്ചിൽ ഓരോ സിംഗിൾ ക്രോഷ്യ വീതം ചെയ്തെടുക്കണം. എന്നിട്ട് 6ാമത്തെ സ്റ്റിച്ചിൽ ഒരു ഇൻക്രീസ് ചെയ്യുക. ഇങ്ങനെ നമ്മൾ 6 തവണയാണ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ 5 സ്റ്റിച്ചസിൽ ഓരോ സിംഗിൾ ക്രോഷ്യ വീതം ചെയ്തെടുക്കാവേ. ഓക്കെ, ആദ്യത്തെ 5 സ്റ്റിച്ചിൽ ഞാൻ സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റിച്ചിൽ നമുക്ക് ഒരു ഇൻക്രീസ് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ഒരു തവണ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ 5 തവണ കൂടി നമ്മൾ റിപ്പീറ്റ് ചെയ്യണം. ഓക്കെ, നമ്മൾ ഈ ഒരു റൗണ്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റൗണ്ട് ഫിനിഷ് ആകുമ്പോൾ നമുക്ക് ടോട്ടൽ വേണ്ടത് 42 സ്റ്റിച്ചസ് ആണ്. ഇനി നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോവാം. അടുത്ത 3 റൗണ്ട് നമ്മൾ സെയിം തന്നെയാണ് ചെയ്യുന്നത്. അതായത് ഓരോ സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷ്യ വീതമായിരിക്കും നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അങ്ങനെ 3 റൗണ്ടാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഓരോ റൗണ്ടിലും നമുക്ക് 42 സ്റ്റിച്ചസ് ആയിരിക്കണം വരേണ്ടത്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ഓരോ സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷ്യ വീതം ചെയ്തെടുക്കാവേ. നിങ്ങൾ സ്റ്റിച്ച് മാർക്കർ ആഡ് ചെയ്ത് പോവുക. അതുപോലെ തന്നെ കണ്ടിന്യൂസ് റൗണ്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. എവിടെയെങ്കിലും നിങ്ങളിപ്പോൾ എത്രാമത്തെ റൗണ്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ 3 റൗണ്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയായിരിക്കും ഇപ്പോൾ കാണാൻ. ഈ ഒരു 3 റൗണ്ടും ഫിനിഷ് ആകുമ്പോൾ നമുക്ക് 42 സ്റ്റിച്ച് തന്നെയാണ് വേണ്ടത്. അപ്പോൾ അത് കൗണ്ട് ചെയ്ത് നോക്കാം. ഓക്കെ അല്ലേ? ഇനി നമുക്ക് നെക്സ്റ്റ് റൗണ്ടിലേക്ക് പോകാം. നെക്സ്റ്റ് റൗണ്ട് തൊട്ട് നമ്മൾ ഡിക്രീസിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അടുത്ത റൗണ്ടിലെ പാറ്റേൺ വരുന്നത് 5 സിംഗിൾ ക്രോഷ്യ 1 ഡിക്രീസ് ആണ്. അതായത് ആദ്യത്തെ 5 സ്റ്റിച്ചസിൽ നമ്മൾ ഓരോ സിംഗിൾ ക്രോഷ്യ വീതം ചെയ്യുക. എന്നിട്ട് അടുത്ത 2 സ്റ്റിച്ചും കൂടെ ചേർത്തിട്ട് ഒരു ഡിക്രീസ് ആക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ആദ്യത്തെ 5 സ്റ്റിച്ചസിൽ സിംഗിൾ ക്രോഷ്യസ് ചെയ്തെടുക്കാം. ഓക്കെ, ഞാൻ ആദ്യത്തെ 5 സിംഗിൾ ക്രോഷ്യസ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഡിക്രീസ് ആണ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ നമ്മൾ നോർമൽ ഡിക്രീസ് അല്ല ചെയ്യുന്നത്, ഇൻവിസിബിൾ ഡിക്രീസ് ആണ്. ഇൻവിസിബിൾ ഡിക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പിലേക്ക് ഹുക്കിനെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാവേ. അപ്പോൾ നിങ്ങൾക്ക് ചിലർക്കൊക്കെ അറിയാമായിരിക്കും, അറിയാത്തവരും ഉണ്ടാവും. അവർക്ക് വേണ്ടിയിട്ടാണ് എഡിറ്റിലായിട്ട് പറയുന്നത്. അപ്പോൾ ഇതേപോലെ നമുക്ക് ഫ്രണ്ട് ലൂപ്പിലേക്ക് ഹുക്കിനെ ഇൻസേർട്ട് ചെയ്യാം. എന്നിട്ട് തൊട്ടടുത്ത സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പിലൂടെ തന്നെ ഇങ്ങനെ ഹുക്കിനെ ഇൻസേർട്ട് ചെയ്യാം. ഇപ്പം നോക്കിയാൽ നമ്മുടെ ഹുക്കിൽ 3 ലൂപ്സ് കാണാം. ഇനി യാൺ ഓവർ ചെയ്തിട്ട് ആദ്യത്തെ 2 ലൂപ്പിലൂടെ മാത്രം ഹുക്കിനെ വലിച്ചെടുക്കാം. എന്നിട്ട് ബാക്കിയുള്ള 2 ലൂപ്പിലൂടെ നമുക്ക് യാണിനെ പുൾ ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ ഇൻവിസിബിൾ ഡിക്രീസ്.
ഓക്കെ അല്ലേ? ഇനി നമുക്ക് ബാക്കി കണ്ടിന്യൂ ചെയ്യാം. സെയിം കാര്യം തന്നെയാണ് റിപ്പീറ്റ് ചെയ്യേണ്ടത്. 5 സിംഗിൾ ക്രോഷേ ചെയ്യാം, വീണ്ടും ഡിക്രീസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്കത് മുഴുവനും ചെയ്തിട്ട് വരാം. അപ്പോൾ ഈ ഒരു റൗണ്ട് ഫിനിഷ് ആയിട്ടുണ്ട്. ഈ റൗണ്ട് ഫിനിഷ് ആകുമ്പോൾ നമുക്ക് ടോട്ടൽ വേണ്ടത് 36 സ്റ്റിച്ചസ് ആണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഐസ് അറ്റാച്ച് ചെയ്യാം. അതിനുശേഷം ബാക്കി കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. നമ്മൾ ഐസ് അറ്റാച്ച് ചെയ്യാൻ പോകുന്നത് 12ാമത്തെയും 13ാമത്തെയും റൗണ്ടിൻ്റെ ഇടയിലായിട്ടാണ്. അപ്പോൾ അത് ആദ്യം കറക്റ്റ് ചെയ്ത് നമ്മൾ കണ്ടുപിടിക്കാം. ഓക്കെ, ഈ 2 റൗണ്ടിൻ്റെ ഇടയിലായിട്ടായിരിക്കും നമ്മൾ ഐസ് അറ്റാച്ച് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങൾ കറക്റ്റ് ചെയ്ത് കൗണ്ട് ചെയ്ത് പ്ലേസ് ചെയ്യാം. നമ്മൾ ഇതേപോലത്തെ സേഫ്റ്റി ഐസാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എംബ്രോയ്ഡറി ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് റാൻഡമായിട്ടുള്ളൊരു സ്റ്റിച്ചിലേക്ക് ഇങ്ങനെ അങ്ങ് ഒരു ഐസ് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ആദ്യത്തെ ഐസ് നമുക്ക് ഇതേപോലെ ജസ്റ്റ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇനി അടുത്ത ഐസ് നമ്മൾ ഒരു 6 സ്റ്റിച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് പ്ലേസ് ചെയ്യാം. ഓക്കെ അല്ലേ? 6 സ്റ്റിച്ചസ് എണ്ണി നോക്കുക, എന്നിട്ട് അതിന് ശേഷം ഐസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. 5 to 6 സ്റ്റിച്ചിൻ്റെ ഗ്യാപ്പ് വരെ നമുക്കതിൻ്റെ ഇടയിൽ വേണം. ഓക്കെ അല്ലേ? ഓക്കെ, നമ്മുടെ ഐസിൻ്റെ പൊസിഷനൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സേഫ്റ്റി ഐസിൻ്റെ കൂടെ വരുന്ന ആ ഒരു റിങ്ങും കൂടി ഇതിലേക്ക് അറ്റാച്ച് ചെയ്തിട്ട് സെക്യൂർ ആക്കാവേ. ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് അതിലേക്ക് അറ്റാച്ച് ആയിരുന്നോളും. ഓക്കെ, നല്ല ബലത്തിൽ നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുക. അന്നേരമാണത് കറക്റ്റായിട്ട് ഇരിക്കുന്നത്. ഓക്കെ, 2 എണ്ണത്തിൽ ഞാൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ ഒന്ന് സെക്യൂർ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ എൻഡ് നമുക്കൊന്ന് ഉരുക്കി കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു ലൈറ്റർ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഇതിൻ്റെ അറ്റത്തൊന്ന് ഇങ്ങനെ കത്തിച്ചു കൊടുക്കാം. കുട്ടികളാണിത് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ പേരൻസിനെ കൊണ്ട് ഇത് ചെയ്യിക്കുക കേട്ടോ. ഓക്കെ, നമ്മളിങ്ങനെ ഒന്ന് കത്തിച്ച ശേഷം ഇതേപോലെ അതിൻ്റെ ആ ഒരു സ്റ്റീൽ പോർഷൻ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ കണ്ടില്ലേ, നല്ല രീതിയിൽ അത് ഇങ്ങനെ സെറ്റായിട്ടിരുന്നോളും. അപ്പോൾ അതിന് വലിച്ചാലും പുറത്തോട്ട് വരില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് 2 കണ്ണിലും ഇതേപോലെ ചെയ്തെടുക്കാവേ. അപ്പോൾ ഐസ് ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള റൗണ്ട് കണ്ടിന്യൂ ചെയ്യാവേ. അടുത്തത് വരുന്നത് റൗണ്ട് 17 ആണ്. അപ്പോൾ ഈ ഒരു റൗണ്ടിലെ പാറ്റേൺ വരുന്നത് 2 സിംഗിൾ ക്രോഷേ ഡിക്രീസ് ആണ്. അതായത് ആദ്യത്തെ 2 സ്റ്റിച്ചസിൽ ഓരോ സിംഗിൾ ക്രോഷേ ചെയ്യുക, നെക്സ്റ്റ് ഒരു ഡിക്രീസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ അല്ലേ? അപ്പം നമുക്ക് ഇതേപോലെ 9 തവണ ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യത്തെ തവണയാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൂടാതെ 8 തവണ കൂടി റിപ്പീറ്റ് ചെയ്യണം. ഓക്കെ, ഓക്കെ, ഈ ഒരു റൗണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് ടോട്ടൽ വേണ്ടത് 27 സ്റ്റിച്ചസ് ആണ്. ഇനി നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോകാം. അടുത്ത റൗണ്ടിലെ പാറ്റേൺ വരുന്നത് 1 സിംഗിൾ ക്രോഷേ 1 ഡിക്രീസ് ആണ്. ഒരു സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷേ ചെയ്യുക, നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഒരു ഡിക്രീസ് ചെയ്യാം. ഓക്കെ അല്ലേ? ഇങ്ങനെ 9 തവണയാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കത് മുഴുവനും ചെയ്തെടുക്കാവേ.
ഓക്കെ, നമ്മളപ്പോൾ ആ റൗണ്ടും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യത്തെ സ്റ്റിച്ചിലേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത ശേഷം യാണിനെ കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ടത് ഹൈഡ് ചെയ്തെടുക്കാവേ. ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനുള്ളിലേക്ക് ഫില്ലിങ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഫൈബർ ഫില്ലാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ലെഫ്റ്റ് ഓവർ യാൺസ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിത് കറക്റ്റായിട്ട് ഓവർ ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല, ആവശ്യത്തിന് മാത്രം ഫില്ല് ചെയ്ത് കറക്റ്റ് ചെയ്തെടുക്കാവേ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫില്ലൊക്കെ ചെയ്തിട്ട് കറക്റ്റാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഓവർ ഫില്ല് ചെയ്യരുത്, ആവശ്യത്തിന് മാത്രമേ ഫില്ല് ചെയ്ത് കൊടുക്കാവുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ ഫില്ല് ചെയ്യാതെ ഇരിക്കരുത്, അപ്പോൾ നമ്മുടെ ആ ഒരു ഷേപ്പ് കിട്ടില്ല. അതുകൊണ്ടാണ് അപ്പോൾ കറക്റ്റ് ചെയ്തിട്ട് ഫില്ല് ചെയ്യുക കേട്ടോ. ഇനി നമുക്ക് ബണ്ണി ഡോളിൻ്റെ നോസും ഐബ്രോസും ഒക്കെ സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനൊരു ബോൾ പിന്നിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ നോസ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോകുന്നത് ഈ ഒരു ഐസിൻ്റെ ഇടയിലുള്ള ഈ ഒരു ലൈനില്ലേ, എവിടെയായിരിക്കും നമ്മൾ നോസ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആ ഒരു നോസിന് എത്ര ലെങ്ത് വേണമെന്നൊക്കെ ജസ്റ്റ് ഒന്ന് പൊസിഷൻ ചെയ്ത് വെക്കാം. ഞാനിവിടെ 2 സ്റ്റിച്ച് ഗ്യാപ്പാണ് കൊടുക്കുന്നത്, കണ്ടില്ലേ? ഇതേപോലെ ഒന്ന് ആദ്യം തന്നെ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഐഡിയ കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ ഇതേപോലെ നിങ്ങളും സെറ്റ് ചെയ്ത് വെക്കാം. അതിനുശേഷം നമുക്ക് ബ്രൗൺ കളർ യാണ് യൂസ് ചെയ്തിട്ടാണ് അറ്റാച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് ഞാൻ നീഡിലേക്ക് കോർത്തെടുത്തിട്ടുണ്ട്. ഇനി ഇങ്ങനെ അടിയിലൂടെ നീഡിൽ ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മളിപ്പോൾ ബോൾ പിന്ന് കുത്തി വെച്ചില്ലേ, ആ ഒരു സ്റ്റിച്ചിലേക്ക് ഇങ്ങനെ കുത്തി ഇറക്കണം. കണ്ടില്ലേ? ഇതേപോലെ അടിയിൽ നിന്ന് ഇതേപോലെ കുത്തിയെടുക്കുക. ഇനി നമുക്ക് ആ ബോൾ പിന്ന് റിമൂവ് ചെയ്യാം. ഇനി അടുത്ത ഒരു പോയിന്റിലേക്ക് നമുക്ക് ഇതേപോലെ കുത്തി കൊടുക്കാം. എന്നിട്ട് അടിയിലോട്ടാണ് എടുക്കേണ്ടത്, നമ്മൾ പുറത്തെടുക്കാൻ പാടില്ല. അതായത് ഒരു 2 സ്റ്റിച്ച് താഴേക്ക് മാറ്റിയിട്ട് ഇങ്ങനെ ഒന്ന് കുത്തി കൊടുക്കുക. ഞാൻ പറയുന്നത് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഇതേപോലെ താഴോട്ടുള്ള ആ ഒരു ഭാഗത്തിന് വേണ്ടിയിട്ടാണ് ഇത്. ഇങ്ങനെ ഒന്ന് കുത്തി കൊടുക്കാം. ഇത് കറക്റ്റ് സെൻറ്റർ ആണോ നോക്കിയിട്ട് വേണം. അതായത് നമ്മളിപ്പം 2 സ്റ്റിച്ച് ഗ്യാപ്പാണല്ലോ നോസിന് പറഞ്ഞ്, ആ ഒരു 2 സ്റ്റിച്ചിൻ്റെയും നടുക്കായിട്ട് വരണം ഇത്. കണ്ടില്ലേ? ഇതേപോലെ എടുക്കാം. എന്നിട്ട് മുകളിലേക്ക് ഇങ്ങനെ വെച്ച് നോക്കാം. കണ്ടില്ലേ? എന്നിട്ട് നമുക്കതിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം.
ഓക്കെ, നമ്മുടെ നോസ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആ ഒരു ടെയിൽ എൻഡ്സ് ഇല്ലേ, അത് നമുക്ക് കറക്റ്റ് ചെയ്ത് സെക്യൂർ ആക്കാവേ. ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ ഐബ്രോസ് ആണ്. അപ്പോൾ ഐബ്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബോൾ പിൻസ് കുത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. നമ്മുടെ ഐസ് കഴിഞ്ഞിട്ടുള്ള 2 റൗണ്ട് നമ്മൾ സ്കിപ്പ് ചെയ്യണേ. മുകളിലോട്ടുള്ള 2 റൗണ്ട് സ്കിപ്പ് ചെയ്യുക. എന്നിട്ട് 3ാമത്തെ റൗണ്ടിലേക്ക് നമ്മുടെ ഐസിൻ്റെ സൈഡിലായിട്ട് ആദ്യത്തെ ബോൾ പിൻ കുത്തി കൊടുക്കാം. ഇനി ഒരു റൗണ്ട് സ്കിപ്പ് ചെയ്ത ശേഷം അടുത്ത റൗണ്ടിലേക്ക് നെക്സ്റ്റ് ബോൾ പിൻ കുത്തി കൊടുക്കാം. ആ ഒരു ബോൾ പിൻ കുത്തുമ്പോൾ നമ്മുടെ കണ്ണിൻ്റെ സെൻറ്റർ ഭാഗത്തേക്കാക്കി കുത്തി കൊടുക്കാം. അപ്പോൾ അത് കറക്റ്റ് ചെയ്ത് നോക്കിയിട്ട് കുത്തി കൊടുക്കുക. ഓക്കെ, ഓക്കെ, ഞാനിപ്പോൾ എനിക്ക് വേണ്ട രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതേപോലെ അടുത്ത സൈഡിലും ചെയ്തെടുക്കാം. ഓക്കെ, ഞാൻ ഇതേപോലെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. കണ്ടില്ലേ? ഇനി നമുക്ക് ഐബ്രോസ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു യാണിനെ ഞാൻ പകുതിയായിട്ട് എടുക്കുവാണേ. കാരണം കുറച്ച് കട്ടി കൂടുതലാണ് ഇതിന്. ഇത്രയും തിക്നെസ് വേണ്ട, നമുക്കതിൻ്റെ പകുതി മതിയാവും. അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ 2ആക്കി എടുക്കാം. എന്നിട്ട് നീഡിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ നോസ് ചെയ്ത പോലെ തന്നെ ഇങ്ങനെ അടിയിൽ നിന്നാണ് നമ്മൾ നീഡിലിനെ കുത്തി കൊടുക്കുന്നത്. ഇങ്ങനെ അടിയിൽ നിന്ന് നമ്മൾ ആദ്യത്തെ ബോൾ പിൻ കുത്തിയില്ലേ, അവിടേക്കാണ് നമ്മൾ നീഡിലിനെ കുത്തി ഇറക്കേണ്ടത്. കണ്ടില്ലേ? ഇതേപോലെ. ഇനി നമുക്ക് ആ ഒരു ബോൾ പിൻ അങ്ങ് റിമൂവ് ചെയ്യാവേ. ഓക്കെ, ഇനി നെക്സ്റ്റ് ആ ഒരു ബോൾ പിൻ കുത്തിയേക്കുന്നിടത്തോട്ട് നീഡിൽ കുത്തി കൊടുക്കുക. എന്നിട്ട് അടുത്ത ബോൾ പിന്നിലേക്ക് കണക്ട് ചെയ്യാം. ഇനി നെക്സ്റ്റ് ആ ഒരു ബോൾ പിന്നിൻ്റെ പ്ലേസിലേക്ക് നീഡിൽ ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കിത് പുറത്തേക്ക് എടുക്കാവേ. ഓക്കെ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്നുകൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി ടെയിൽ ലൈൻസ് നമുക്കൊന്ന് ഹൈഡ് ചെയ്യാവേ കറക്റ്റായിട്ട്. ഒന്നുമില്ല, ജസ്റ്റ് തമ്മിലൊന്ന് കെട്ടിക്കൊടുത്ത ശേഷം ഉള്ളിലേക്ക് തന്നെ ആക്കി വെച്ച് കൊടുത്താൽ മതിയേ. അപ്പോൾ ഇത്രയും പോർഷൻ ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഇയേഴ്സ് ക്രോഷേ ചെയ്യണം. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാവേ. ആദ്യം തന്നെ ഒരു മാജിക് റിങ് ചെയ്യണം. എന്നിട്ട് അതിലേക്ക് 6 സിംഗിൾ ക്രോഷേ സ്റ്റിച്ചസ് ചെയ്തെടുക്കണം.
ഓക്കെ, ഇനി നെക്സ്റ്റ് റൗണ്ടിലേക്ക് പോകാം. നെക്സ്റ്റ് റൗണ്ടിൻ്റെ പാറ്റേൺ വരുന്നത് സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ് എന്നുള്ള രീതിയിലാണ്. അതായത് ആദ്യത്തെ ഒരു സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യുക, നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഒരു ഇൻക്രീസ് ചെയ്യുക. ഇങ്ങനെ 3 തവണയാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ഒരു റൗണ്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു റൗണ്ട് ഫിനിഷ് ആകുമ്പോൾ നമുക്ക് ടോട്ടൽ 9 സ്റ്റിച്ചസ് ആണ് വേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോവാം. അടുത്ത റൗണ്ടിലെ പാറ്റേൺ വരുന്നത് 2 സിംഗിൾ ക്രോഷ്യ 1 ഇൻക്രീസ് എന്നുള്ള രീതിയിലാണ്. അതായത് ആദ്യത്തെ 2 സ്റ്റിച്ചസിൽ ഓരോ സിംഗിൾ ക്രോഷ്യ വീതം ചെയ്യുക, എന്നിട്ട് നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഒരു ഇൻക്രീസ് ചെയ്തെടുക്കാം. അങ്ങനെ 3 തവണ നമ്മൾ ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ആദ്യത്തെ സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യാം, സെക്കൻഡ് സ്റ്റിച്ചിൽ ഇൻക്രീസ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു റൗണ്ട് നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഈ റൗണ്ട് ഫിനിഷ് ആകുമ്പോൾ നമുക്ക് ടോട്ടൽ 12 സ്റ്റിച്ചസ് ആണ് വേണ്ടത്. ഇനി നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോവാം. അടുത്ത 4ാമത്തെ റൗണ്ട് തൊട്ട് 6ാമത്തെ റൗണ്ട് വരെ, അതായത് 3 റൗണ്ട്സ് നമ്മൾ സെയിം തന്നെയാണ് ചെയ്യുന്നത്. ഓരോ സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷ്യ വീതം ചെയ്തെടുക്കാം. നമുക്ക് 12 സ്റ്റിച്ചസ് ആണുള്ളത്. അപ്പോൾ 12 സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷ്യ വീതം ചെയ്തെടുക്കണം. അങ്ങനെ 3 റൗണ്ട് റിപ്പീറ്റ് ചെയ്യാവേ. ഓക്കെ, 3 റൗണ്ട്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 12 സ്റ്റിച്ചസ് ആണ് ഈ ഒരു റൗണ്ട് ഫിനിഷ് ആകുമ്പോഴും നമുക്ക് വേണ്ടത്. ഇനി നെക്സ്റ്റ് ലാസ്റ്റ് റൗണ്ടാണ്. ലാസ്റ്റ് റൗണ്ടിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് 2 സിംഗിൾ ക്രോഷ്യ 1 ഡിക്രീസ് ആണ്. ആദ്യത്തെ 2 സ്റ്റിച്ചസിൽ ഒരു സിംഗിൾ ക്രോഷ്യ വീതം ചെയ്യുക, എന്നിട്ട് നെക്സ്റ്റ് ഒരു ഡിക്രീസ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ നമ്മൾ 3 തവണയാണ് ചെയ്യേണ്ടത്. അപ്പം നമുക്കത് ചെയ്തെടുക്കാവേ. ഓക്കെ, ഇത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 9 സ്റ്റിച്ചസ് ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ അല്ലേ? ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഇതിനെ തമ്മിൽ കണക്ട് ചെയ്യുകയാണ്. അതായത് ഇതേപോലെ ചേർത്ത് വെച്ചിട്ട് അങ്ങ് സ്റ്റിച്ച് ചെയ്യാൻ പോവാണ്. 4 സിംഗിൾ ക്രോഷ്യേഴ്സ് വെച്ചിട്ട് നമ്മളിതിനെ ഇങ്ങനെ കണക്ട് ചെയ്യണേ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യത്തെ സ്റ്റിച്ചിലേക്ക് നമുക്ക് ഹുക്കിനെ ഇൻസേർട്ട് ചെയ്യാവേ. എന്നിട്ട് നമ്മുടെ ലാസ്റ്റ് സ്റ്റിച്ചിനെ അങ്ങ് സ്കിപ്പ് ചെയ്തേക്കുക. എന്നിട്ട് അതിന് തൊട്ട് മുന്നേയുള്ള സ്റ്റിച്ചിലേക്ക് ഇതേപോലെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. കണ്ടില്ലേ? ഇതേപോലെ. എന്നിട്ടൊരു സിംഗിൾ ക്രോഷ്യ ചെയ്യാം. ഇതേപോലെ ബാക്കിയുള്ള സ്റ്റിച്ചസിലും ചെയ്തെടുക്കുക. അങ്ങനെ 4 സിംഗിൾ ക്രോഷ്യ ആയിരിക്കണം നമുക്ക് ലാസ്റ്റ് കിട്ടേണ്ടത്. ഓക്കെ അല്ലേ?
ഓക്കെ, നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് യാണിനെ കട്ട് ചെയ്ത് മാറ്റാം. യാണിനെ കട്ട് ചെയ്യുമ്പം കുറച്ച് നീളത്തിൽ വേണം ടെയിൽ എൻഡ് കൊടുക്കാൻ, കാരണം നമുക്കിത് ഹെഡിലേക്ക് അറ്റാച്ച് ചെയ്യാനുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് കുറച്ച് വലിപ്പത്തിൽ തന്നെ കട്ട് ചെയ്ത് മാറ്റാം. ഓക്കെ, ഞാൻ ഇതേ പാറ്റേൺ യൂസ് ചെയ്തിട്ട് ഒരെണ്ണവും കൂടി സെയിം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇയേഴ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ബണ്ണി ഡോളിൻ്റെ ഇയേഴ്സും ഹെഡും തമ്മിൽ അറ്റാച്ച് ചെയ്യാവേ. അപ്പോൾ ആദ്യം തന്നെ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഇയറിൻ്റെ രണ്ട് എൻഡും തമ്മിലൊന്ന് കണക്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ നീഡിലേക്ക് യാണിനെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ രണ്ട് എൻഡ്സും തമ്മിൽ ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു എൻഡിലേക്ക് നമ്മുടെ നീഡിലിനെ ഇൻസേർട്ട് ചെയ്യുക. ഇതിലൂടെ യാണിനെ വലിച്ചെടുക്കാം. ഇപ്പം തന്നെ കണ്ടില്ലേ? ഇനി ഇതേപോലെ ഒരു തവണയും കൂടെ ചെയ്തെടുക്കാം. ഇനി ഇതേപോലെ തന്നെ മറ്റേതിനകത്ത് നമുക്ക് ചെയ്തെടുക്കണം. ഇനി ഇതിനെ നമുക്ക് ഹെഡിലേക്ക് അറ്റാച്ച് ചെയ്യാവേ. നിങ്ങൾ ജസ്റ്റ് നോർമലി സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ നല്ല ടൈറ്റായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നമുക്കതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. ഇയറിനെ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത ശേഷം ലാസ്റ്റ് ടെയിൽ എൻഡ് നമ്മളിങ്ങനെ ബാക്ക് സൈഡിലേക്ക് വേണം എടുക്കാൻ. ഇതേപോലെ ഇനി സെയിം സ്പേസിൽ തന്നെ വേണം അടുത്ത ഇയറിൻ്റെയും ടെയിൽ എൻഡ് എടുക്കാൻ. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തേത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതും ഇതേപോലെ തന്നെ നമുക്ക് കറക്റ്റ് ചെയ്ത് അറ്റാച്ച് ചെയ്യാവേ. ഓക്കെ, നമ്മൾ രണ്ടെണ്ണം കറക്റ്റായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ടെയിൽ എൻഡ്സ് ഹൈഡ് ചെയ്യാവേ. നമ്മൾ സെയിം സ്പേസിലേക്ക് തന്നെയാണ് രണ്ട് ടെയിൽ എൻഡ്സ് എടുത്തിട്ടുള്ളത്. ഇനി അത് തമ്മിൽ നല്ല രീതിയിലൊന്ന് കെട്ടിക്കൊടുക്കാം. നല്ല ടൈറ്റാക്കി ഒന്ന് കെട്ടിക്കൊടുക്കാം. ഇനി സെയിം സ്പേസിലേക്ക് തന്നെ നമുക്ക് ഈ നീഡിലിനെ ഇൻസേർട്ട് ചെയ്യാവേ. നമ്മൾ ആ കെട്ടിക്കൊടുത്ത അതേ ഒരു സ്റ്റിച്ചിൻ്റെ സ്പേസിലേക്ക് തന്നെ നീഡിലിനെ ഇൻസേർട്ട് ആക്കിയിട്ട് പുറത്തേക്ക് എടുക്കണം. ഇതേപോലെ അടിയിലൂടെ പുറത്തേക്ക് എടുക്കാവേ. എന്നിട്ട് നമുക്ക് ഈ രണ്ട് ടെയിൽ എൻഡ്സിനെ ഒരുമിച്ച് ഇങ്ങ് വെളിയിലേക്ക് എടുക്കാം.
ഓക്കെ. ഇനി എന്തെങ്കിലും ചെറിയൊരു ഗ്യാപ്പോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ജസ്റ്റ് ആ നീഡിൽ വെച്ചിട്ട് തന്നെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുത്താൽ മതിയേ. കണ്ടില്ല, നമ്മൾ ആ ഇറക്കിയ സ്ഥലത്ത് ചെറുതായിട്ടൊരു ഗ്യാപ്പ് കാണാനുള്ള ചാൻസ് ഉണ്ട്. അവിടെ ഇങ്ങനെ നീഡിൽ വെച്ചിട്ട് കറക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ബണ്ണി ഡോളിൻ്റെ ഹെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള പോർഷൻ ഞാൻ അടുത്ത പാർട്ടിൽ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ അതും കണ്ടു നോക്കാൻ മറക്കല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. മാക്സിമം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ കമൻറ്റ് ചെയ്യുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാവേ. ബൈ.